പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. യേശുക്രിസ്തുവിൽ ഏറെ സ്നേഹിക്കപ്പെടുന്നവരെ, ക്രൂശിതനായ യേശു കുരിശിൽ കിടന്നുകൊണ്ട് നമ്മോട് എന്താണ് പറയുന്നതെന്ന് ഇന്ന് നമുക്ക് ധ്യാനിക്കാം. കഴിഞ്ഞ ദിവസം യേശുവിൻ്റെ ക്രൂശ് ദൈവനീതിയുടെ പ്രകടനമായതെങ്ങനെയെന്ന് നമ്മൾ കണ്ടു. ക്രൂശിതൻ്റെ ചിത്രം ദൈവനീതിയെ മാത്രമല്ല, അതിലുപരിയായി മനുഷ്യനോടുള്ള ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹത്തെയും നമുക്ക് കാണിച്ചു തരുന്നു. വിശുദ്ധ ജത്രൂദിനോട് ഒരു ദിവസം സ്നേഹപൂർവം തൻ്റെ കുരിശിൽ ചുംബിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഈ അനസ്നേഹത്തെക്കുറിച്ച് നമ്മുടെ കർത്താവ് അവൾക്ക് വെളിപ്പെടുത്തി കൊടുത്തു. ആരെങ്കിലും ക്രൂശിത രൂപത്തെ ചുംബിക്കുകയോ ഭക്തിയോടെ നോക്കുകയോ ചെയ്യുന്ന ഓരോ നിമിഷവും ദൈവത്തിൻ്റെ കാരുണ്യത്തിൻ്റെ കണ്ണ് അവൻ്റെ ആത്മാവിൽ പതിഞ്ഞിരിക്കും. ആ നിമിഷത്തിൽ യേശുവിൻ്റെ ആത്മാവ് അവനോട് പറയും, നോക്കൂ, നിന്നോടുള്ള സ്നേഹത്താൽ നഗ്നനും നിന്ദിതനുമായി ഞാൻ കുരിശിൽ തൂങ്ങിക്കിടക്കുന്നു. എൻ്റെ ശരീരം മുഴുവൻ മുറിവേറ്റ് അവയവങ്ങളെല്ലാം മാരകമായ വേദനയാൽ വിറച്ചു. എന്നിട്ടും എൻ്റെ ഹൃദയം നിന്നോടുള്ള ജ്വലിക്കുന്ന സ്നേഹത്താൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. അത് നിന്റെ രക്ഷയ്ക്ക് പ്രയോജനകരമാണെങ്കിൽ മറ്റൊരു മാർഗവും നിന്റെ രക്ഷയ്ക്കില്ലാത്തതിനാൽ ലോകാവസാനത്തോളം ഞാൻ അനുഭവിച്ചതെല്ലാം നിങ്ങൾക്കായി മാത്രം സഹിക്കും. അവൻ്റെ ഉള്ളിൽ നിന്ന് ആ സമയത്ത് യേശു പറഞ്ഞ ഈ കാര്യങ്ങൾ അവൻ താഴ്മയോടെ കേൾക്കണം. ഇത്തരത്തിൽ ധ്യാനനിമഗ്നനായിരിക്കുന്ന ഒരുവൻ യേശുവിനോട് നന്ദി പ്രകാശിപ്പിക്കുവാൻ സ്വയം പ്രേരിതനാകുന്നു. കാരണം ക്രൂശിതൻ്റെ ചിത്രത്തിലേക്ക് സ്നേഹത്തോടെ നോക്കുന്നത് നമുക്കെപ്പോഴും വലിയ കൃപാദായകമാണ്. അതേസമയം നമ്മുടെ വീണ്ടെടുപ്പിൻ്റെ വിലയേറിയ അടയാളമായ കുരിശിനെ അവഗണിക്കുന്നത് ദുഃഖകരമായ ആത്മീയ നഷ്ടങ്ങൾ നമുക്ക് ഉണ്ടാക്കും. മറ്റൊരിക്കൽ വിശുദ്ധ ജത്രൂദ് ക്രൂശിത രൂപത്തെ സ്നേഹിച്ചാരാധിക്കുമ്പോൾ അവിടുന്ന് പറഞ്ഞു, ആരെങ്കിലും ഭക്ത്യാർദ്രതയോടെ ക്രൂശിലെ യേശുവിൻ്റെ രൂപത്തെ നോക്കുമ്പോൾ നമ്മുടെ കർത്താവ് ഹൃദയാർദ്രമായ കരുണയോടെ അവനെ നോക്കുന്നു. അപ്പോൾ അവൻ്റെ ആത്മാവിന് ഏറ്റവും ആശ്വാസകരമായ ദൈവിക സ്നേഹത്തിൽ നിന്നുള്ള ഒരു മതിപ്പ് ലഭിക്കും. ഒരാൾ എത്ര തവണ ഈ ഭൂമിയിൽ ഭക്തിയോടും സ്നേഹത്തോടും കൂടി ഇത് ചെയ്യുന്നുവോ അത്രയും വലുതായിരിക്കും സ്വർഗത്തിൽ അവൻ്റെ പ്രതിഫലം. ഈ സമയത്ത് സ്വർഗം മുഴുവൻ സന്തോഷത്താൽ നിറഞ്ഞിരിക്കും. നമ്മുടെ രക്ഷകനായ ക്രൂശിക്കപ്പെട്ട യേശുവിനെ സ്നേഹത്തോടും ഭക്തിയോടും കൂടെ ഇടയ്ക്കിടെ നോക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന ഏറ്റവും ആശ്വാസദായകമായ വാഗ്ദാനമാണിത്. നമ്മുടെ നിരവധിയായ പാപങ്ങളെക്കുറിച്ചും നമുക്ക് നേരിടേണ്ടി വന്ന അവഗണനകളെക്കുറിച്ചുമുള്ള ചിന്തകളാൽ ഭാരപ്പെടുമ്പോൾ യേശുവിൻ്റെ അതിദാരുണമായ പീഡാസഹനത്തെക്കുറിച്ചും ഏറെ നിന്ദ്യമായ അവിടുത്തെ കുരിശുമരണത്തെക്കുറിച്ചുമെല്ലാം ധ്യാനിക്കുന്നത് പറഞ്ഞറിയിക്കാനാവാത്ത ആശ്വാസമാണ്. പാപത്തിനെതിരായുള്ള ഒരു ഫലപ്രദമായ പ്രതിവിധിയാണ് പീഡാനുഭവ ധ്യാനം. ഇതിനെക്കുറിച്ചും നമ്മുടെ കർത്താവ് വിശുദ്ധ ജത്രൂദിനോട് വെളിപ്പെടുത്തി. കഠിനമായ പാപങ്ങളാൽ വലയുന്ന ഒരാൾ നിരപരാധിയായ ഞാൻ സഹിച്ച എൻ്റെ കഷ്ടപ്പാടുകളും എൻ്റെ മരണവും നിത്യപിതാവായ ദൈവത്തിന് സമർപ്പിക്കുകയാണെങ്കിൽ അവൻ അതിൽ നിന്നും ലഭിക്കുന്ന പ്രത്യാശയോടെ തൻ്റെ ആത്മാവിനെ സ്വയം ഉയർത്തുകയും അങ്ങനെ അവൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുകയും ചെയ്യും. അയാൾ താൽക്കാലികമായ പാപശിക്ഷകളിൽ നിന്ന് പോലും മോചിതനാകും. മറ്റ് ഏതൊരു പ്രായശ്ചിത്ത പ്രവൃത്തി ചെയ്യുന്നതിനേക്കാളും പാപത്തിനെതിരെയുള്ള ഏറ്റവും ഫലപ്രദമായുള്ള പ്രതിവിധി യേശുവിൻ്റെ അതിദാരുണമായ പീഡാസഹനങ്ങളെ ധ്യാനിക്കുക എന്നതാണ്. വളരെ തിരക്കുപിടിച്ച ഒരു വെള്ളിയാഴ്ച വൈകുന്നേരം വിശുദ്ധ ജത്രൂദ് ക്രൂശിത രൂപത്തിലേക്ക് വെറുതെ ഒന്ന് നോക്കിയപ്പോൾ വലിയ സങ്കടം അവളുടെ ഉള്ളിലേക്ക് തുളച്ചു കയറി. അവൾ വേദനയോടെ വിളിച്ചു പറഞ്ഞു, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട യേശുവേ, ഇന്നേ ദിവസം എൻ്റെ രക്ഷയ്ക്ക് വേണ്ടി എത്രയെത്ര ക്രൂരതകളങ്ങ് അനുഭവിച്ചു. എന്നോടുള്ള സ്നേഹത്തെ പ്രതി മരിച്ചപ്പോൾ എനിക്ക് വേണ്ടി ഓരോ മണിക്കൂറിലും അങ്ങ് എന്തെല്ലാം സഹിച്ചുവെന്ന് ഭക്തിയോടെ ഓർക്കാൻ പോലും കഴിയാത്ത വിധം തിരക്കിലായിപ്പോയി ഞാൻ. അപ്പോൾ കുരിശിൽ നിന്ന് നമ്മുടെ കർത്താവ് മറുപടി നൽകി, നീ അവഗണിച്ചതെല്ലാം ഞാൻ നിനക്ക് നൽകിയതാണ്. ഓരോ മണിക്കൂറിലും നിന്റെ ഹൃദയത്തിൽ സംഭരിക്കേണ്ടത് ഞാൻ എൻ്റെ ഹൃദയത്തിൽ ശേഖരിച്ചു. തത്ഫലമായി
എൻ്റെ ഹൃദയം സ്നേഹത്താൽ ജ്വലിച്ചിരിക്കുന്നു. ഈ ദിവസം ഞാൻ നിനക്കു വേണ്ടി ചെയ്തതെല്ലാം പിതാവായ ദൈവത്തിന് സമർപ്പിക്കുന്നു. സുഹൃത്തുക്കളെ, നമ്മുടെ പാപത്തിന് നമ്മൾ നടത്തുന്ന അനുതാപപ്രകരണങ്ങൾ മാത്രം മതിയാവുകയില്ല. മറിച്ച് മനുഷ്യൻ്റെ പാപങ്ങൾക്കും അവഗണനകൾക്കുമുള്ള പ്രായശ്ചിത്തം യേശു തന്നെ ചെയ്ത് മനുഷ്യനോടുള്ള അവിടുത്തെ സ്നേഹവും വിശ്വസ്തതയും അവിടുന്ന് പ്രകടമാക്കുന്നു എന്ന് ഈ വെളിപ്പെടുത്തലുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമായി ക്രൂശിതനായ കർത്താവിൻ്റെ ഓരോ തിരുമുറിവുകളിൽ നിന്നും പുറത്തേക്ക് ഒഴുകുന്ന തിരുരക്തം നിത്യപിതാവിനെ നമുക്ക് സമർപ്പിക്കാം. തൻ്റെ പ്രിയപുത്രൻ നമ്മുടെ പാപങ്ങൾക്കുള്ള പരിപൂർണ പ്രായശ്ചിത്തം ചെയ്യുന്നത് കാണുമ്പോൾ നിത്യപിതാവിനെ നമ്മുടെ പാപങ്ങൾക്കുള്ള മോചനം നിരസിക്കാനാവില്ല. പിതാവായ ദൈവത്തിൻ്റെ മുൻപിൽ നമുക്ക് ശക്തനായ ഒരു മധ്യസ്ഥനുണ്ട് എന്നത് എത്രയോ ആശ്വാസകരമാണ്. നമ്മുടെ പാപങ്ങൾക്കു വേണ്ടി പാടുപീടകൾ സഹിക്കുന്ന നമ്മുടെ രക്ഷകനെ ധ്യാനിക്കുന്നത് പൂർണ്ണ പശ്ചാത്താപ വിവശമായ ഒരു ഹൃദയം നമ്മിൽ രൂപം കൊള്ളുവാനുള്ള ഒരു നല്ല മാർഗമാണ്. അതിനാൽ യേശുക്രിസ്തുവിനാലേറെ സ്നേഹിക്കപ്പെട്ടവരെ, ക്രൂശിത രൂപത്തിൻ്റെ മുൻപിൽ ഇടയ്ക്കിടെ മുട്ടുകുത്തി നമ്മുടെ പാപങ്ങളെക്കുറിച്ച് ഓർത്ത് യേശുവിൻ്റെ പാടുപീടകളെപ്പറ്റി ചിന്തിക്കുന്നത് നമ്മുടെ ആത്മാക്കൾക്ക് വളരെയധികം സഹായകരമാണ്. വിശുദ്ധ ജത്രോവിനോട് വാഗ്ദാനം ചെയ്ത പ്രതിഫലം അപ്പോൾ നമുക്കും ലഭിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. ഓ കർത്താവേ, ഞങ്ങൾ ചെയ്തു പോയതിനേക്കാൾ കുറവ് അങ്ങയോട് ഞങ്ങൾ ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ ആയിരിക്കുന്നതിനേക്കാൾ സന്തോഷവാന്മാരാകുമായിരുന്നു ഞങ്ങൾ. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി സഹിച്ചതൊക്കെയും മനസ്സിലേക്ക് കൊണ്ടുവരുമ്പോൾ ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. ഞങ്ങളോട് ക്ഷമിക്കണമേ. കർത്താവായ യേശുവേ, അങ്ങയുടെ പീഡ അനുഭവിക്കുന്ന ഹൃദയത്തിൻ്റെ കൃപ ഞങ്ങൾക്ക് യഥാർത്ഥ സ്നേഹത്തിൻ്റെയും ശുദ്ധ ഹൃദയത്തിൻ്റെയും ഉറവിടമായിരിക്കട്ടെ. അങ്ങയുടെ കൽപ്പനകളാണ് ഞങ്ങളുടെ പാദങ്ങൾക്ക് പ്രകാശം നൽകുന്നത്. അങ്ങ് അനുവദിക്കുന്നത് മാത്രം ഞങ്ങൾ നിറവേറ്റട്ടെ. ആമേൻ.